സൺഡേ ഫണ്ടേയിലെ ഇന്നത്തെ അതിഥി എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ്, അദ്ദേഹം ഒരു മോഡലാണ്, അദ്ദേഹം ഒരു ഡെന്റിസ്റ്റാണ്, ആക്ടറാണ്. ഇങ്ങനെ പല മേഖലകളും കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട രാജീവ് പിള്ളൈ. രാജീവ്, വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. സുഖല്ലേ? സുഖം. നമ്മളിപ്പോ കുറച്ചാളായില്ല കണ്ടിട്ട്. നമ്മള് ആക്ച്വലി സ്റ്റാർ ചലഞ്ച് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അത് കഴിഞ്ഞിട്ട് ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിരുന്നു. ഭയങ്കര അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ടുള്ള റിയാലിറ്റി ഷോ. എങ്ങനെ പോണു ലൈഫ്? സുഖം, സന്തോഷം. ഞാൻ സിനിമ കണ്ടു 18-ാം പടി. ലാസ്റ്റ് ഒരു ഇതിലേ ഉള്ളൂ എങ്കിലും ഇങ്ങനെ കാണിച്ച എന്താ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ കയ്യിൽ എന്താ കെട്ടിക്കണേ? കയ്യില് വീടിന്റെ അടുത്തുള്ള അമ്പലം, നന്നൂർ അമ്പലം എന്ന് പറയും. അവിടുന്ന് അമ്മ കെട്ടിത്തരുന്ന. ഇത് പഴയതായി കഴിയുമ്പോ പുതിയത് കൊണ്ട് കെട്ടിത്തരും. അമ്മ ഒരു ഭക്തയാണ്. അയ്യോ, അമ്മ ഭീകര ഭക്തിയാണ്, ഒരു രക്ഷയില്ല. വീട് മൊത്തം അങ്ങനെയാണോ? അല്ല, വീടിന്റെ അടുത്തുനിന്ന് ഇപ്പൊ പറമ്പിന്ന് ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ അമ്പലമാക്കാം. ആ ലെവലിലുള്ള ഒരു ഭക്തിയാണ്. എന്റെ വീട്ടിൽ ഒട്ടും മോശമില്ല. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടോ? ഓ, ഇത് അമ്പലത്തിൽ ഇത് പൂജിച്ച് വാങ്ങിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രാജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഫൈനലി വി ഓൾ ആർ ബോണ്ടഡ് വിത്ത് ഫാമിലി. എക്സാക്ട്ലി. അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ശക്തി. 18-ാം പടീനെ പറ്റി. 18-ാം പടി ശങ്കർ രാമകൃഷ്ണൻ ചേട്ടൻ. അദ്ദേഹം ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള സുഹൃത്താണ്, ഒരു വെൽവിഷറാണ് ശങ്കരേട്ടൻ. അത് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ മൂവിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ എല്ലാം ഇൻവോൾവ് ചെയ്യിക്കണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്നെ ഈ സീനിന് വിളിച്ചപ്പോൾ ഞാൻ ബോംബെയിലാണ്. അപ്പോൾ ഒരു വെബ് സീരീസ് ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നല്ല ഫിക്സ്ഡായി അവരെ സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ 2 തവണ ചേട്ടാ ബോംബെയിലാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷേ പിന്നെയും പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു സീനാണ്, നീ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ മമ്മൂക്കയുടെ ഓപ്പോസിറ്റാണ്. മമ്മൂക്കയെ തടഞ്ഞു നിർത്തിയിട്ട്, മമ്മൂക്കയുടെ ഇത്രയും നാളത്തെ സിനിമയിൽ തടഞ്ഞു നിർത്തിയിട്ട് നീ ആരാണ്, ഹൂ ആർ യു മിസ്റ്റർ എന്ന് ചോദിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, സാർ ഞാനിങ്ങനെ തടഞ്ഞു നിർത്തും, ക്ഷമിക്കണം. പുള്ളിക്കാരൻ ഭയങ്കര ചിൽഡല്ലേ, നോ ഇഷ്യൂസ്. പൊതുവെ എല്ലാവരും പറയുന്ന പോലെ ഒന്നല്ല. എക്സാക്ട്ലി. എനിക്ക് അദ്ദേഹം ഒരു വളരെ ജെന്വിൻ മനുഷ്യനായിട്ട് തോന്നി. അദ്ദേഹം പറയുന്നതേ ചെയ്യാറുള്ളൂ. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ അത് പറയും. അതിലിപ്പോൾ ഒരാളെ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹം പറയും. പുള്ളിക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് സഹായിച്ച് അങ്ങനെ പറയുന്നൊരു വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ 18-ാം പടിയില് ഈവൻ ലാസ്റ്റ് സീക്വൻസിലായാൽ പോലും അതിൽ വന്ന് കസറി നിൽക്കണം. ശരിക്കും എനിക്ക് കുറെ നാളിന് ശേഷം രാജീവിനെ കണ്ടപ്പോഴേ ഇറ്റ് വാസ് ലൈക്ക് എ പാർട്ടി സീക്വൻസ്. അപ്പൊ ഞാൻ എപ്പോഴോ വായിച്ചിട്ടുണ്ട്, ഈറ്റ് സ്ലീപ് പാർട്ടി റിപ്പീറ്റ്. പാർട്ടി എന്ന് പറയുന്ന സാധനത്തിന് എനിക്കൊരു ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്, ഞാൻ പാർട്ടികളിൽ മിക്കവാറും നോക്കൂത്തിയായിരിക്കും. എന്നെ പോലെ മദ്യപിക്കാനും ഡാൻസ് കളിക്കാനും പോകാത്തോണ്ട് സാധാരണ ഇങ്ങനെ നിൽക്കാണ് പതിവ്. എല്ലാവരെയും നോക്കി. ഫ്രണ്ട്സ് ആണ് എന്നെ വിളിച്ചോണ്ട് പോകുന്നത് സാധാരണ പോവുകയാണെങ്കിൽ തന്നെ. ഞാൻ അവരെല്ലാം കണ്ട് കുറച്ച് പിന്നെ അവരൊക്കെ വണ്ടി ഓടിക്കാൻ ഒരാള് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ.